ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിൽ അത്യാവശ്യമായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് പ്രയർ ടൈം. ഇപ്പോൾ റമദാൻ മാസമൊക്കെ വരാൻ പോവുകയാണ്. നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നല്ലൊരു പ്രയർ ടൈമാണ്. ഇതിൽ പ്രയർ ടൈം മാത്രമല്ല, ഖുർആൻ തന്നെ ഫുള്ളായിട്ട് നമുക്കിഷ്ടമുള്ള ലിപികളിൽ നമുക്ക് വായിച്ചെടുക്കാനും അതുപോലെ തന്നെ കേൾക്കാനും ഒക്കെയുള്ള സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ കിബില എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കോമ്പസ് ഇതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തസ്ബീഹ് ചെല്ലുന്ന ആളുകളാണെങ്കിൽ തസ്ബീഹ് കൗണ്ടർ ഇതിലുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് എവിടെയെങ്കിലും പള്ളികളുണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷനുള്ള നല്ലൊരു പ്രയർ ടൈമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയായിരിക്കും കാണുക. നിങ്ങൾ ഇവിടെ ഒരു ഗൂഗിൾ ഐഡിയുമായിട്ട് ഇത് കണക്ട് ചെയ്യുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിക്ക് ഇവിടെ കാണിക്കും. ഒരുപാട് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡികൾ ഉപയോഗിക്കുന്നെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെയിൽ ഐ ഡി ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സൈൻഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രീമിയം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രീമിയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ കിട്ടും. പ്രീമിയം നമുക്ക് വേണ്ട. നമുക്കിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മുകളിൽ ക്ലോസ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ആ ഇൻഡോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്യുക. ടേക്ക് എ മീ മുസ്ലിം പ്രോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ താഴെ 4-5 ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ടുഡേ, അതുപോലെ തന്നെ പ്രേയേഴ്സ്, വാച്ച്, ഖുർആൻ, അതുപോലെ തന്നെ പ്രൊഫൈൽ എന്നൊക്കെ ഇവിടെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഓപ്പണായി വരും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ മോർ എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രയർ ടൈംസ്, അതുപോലെ തന്നെ ഖുർആൻ, തസ്ബീഹ്, കിബില, ദുആ, അതുപോലെ തന്നെ ഖത്തം, മോസ്ക്സ്, അതായത് മസ്ജിദ്, പള്ളികൾ നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്, ഡെയിലി ദീൻ എന്നൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്കിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മക്ക ലൈവ് വരെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ്, ഉംറ ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹജ്ജ് ജേണി, നിങ്ങൾ ഹജ്ജ് പോകുന്നവരാണെങ്കിൽ അതിൻ്റെ ജേണി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നെയിംസ്, അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ചൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നെയിംസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ, സക്കാത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹിജ്രി കലണ്ടർ ഇവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഒതുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ പ്രയർ ടൈംസ് എന്ന ഭാഗം ഫസ്റ്റ് കാണുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇവിടെ ടാപ്പ് ഫോർ പ്രയർ ടൈംസ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ആദ്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ ടാപ്പ് ഫോർ പ്രയർ ടൈംസ് എന്ന ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലൊക്കേഷൻ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പ്രയർ ടൈം നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഫജറിൻ്റെതും അതുപോലെ തന്നെ ലുഹർ, അസർ, മഗ്രിബ്, ഇഷ, അതിൻ്റെയൊക്കെ പ്രയർ ടൈം കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ നമുക്ക് ബാങ്ക് വിളിക്കുന്ന സൗണ്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ആ ഒരു സ്പീക്കറിൻ്റെ ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും. ചില സ്പീക്കറിൻ്റെ ഭാഗത്ത് ഇവിടെ ക്രോസ് ആയിട്ട് കാണും. അതായത് അത് സൈലൻറ്റ് മോഡിലാണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈലൻറ്റ് മോഡ് മാറ്റിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് ഇവിടെ അലോ കൊടുക്കുക. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ നിങ്ങൾക്ക് ഇത് സൈലൻറ്റ് മോഡിലാണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് അതായത് ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കേൾക്കണോ, അതായത് ഓരോ പ്രെയർ ടൈമിലും ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കേൾക്കണോ എന്ന് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഓരോ പ്രെയർ ടൈമിനും നമുക്ക് ബാങ്ക് വിളിക്കുന്ന സൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സൈലൻ്റ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഏത് ബാങ്ക് വിളിക്കുന്ന സംഭവവും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീമിയം വേർഷൻ്റെതാണ്. നമുക്ക് 3-4 ഓപ്ഷനുകൾ നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പ്രെയർ ടൈമിൽ തന്നെ വലതുവശത്ത് മുകളിൽ നിങ്ങൾക്ക് ഒരു കലണ്ടറിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള മൊത്തം പ്രെയർ ടൈമിൻ്റെ കലണ്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ ടൈമിലും എപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് എന്നൊക്കെ നമുക്കിതിൽ നിന്ന് സൂം ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു മാസത്തെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി നമുക്ക് വാച്ച് എന്ന ഭാഗത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനതൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഖുർആൻ എന്ന ഭാഗത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാപ്പ് ടു കണ്ടിന്യൂ എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. വീണ്ടും ടാപ്പ് ടു കണ്ടിന്യൂ എന്ന് കാണിക്കുന്നുണ്ട്, അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. വീണ്ടും അതേപോലെ തന്നെ ടാപ്പ് ടു കണ്ടിന്യൂ എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഖുർആൻ മൊത്തത്തിൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. 30 ജുസുവും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓതുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു സൂക്തം നമുക്കിവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ഇത് വായിക്കേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ ഞാനിപ്പോൾ ഈ ഒരു സംഭവം തിരഞ്ഞെടുത്തു. ഇപ്പോൾ നമുക്കിത് ഓഡിയോയിൽ കേൾക്കാനും സാധിക്കും, നിങ്ങൾക്കിപ്പോൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമുക്കിത് ഓതുവാനും സാധിക്കും. ഇതിൻ്റെ അർത്ഥങ്ങൾ ഇവിടെ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നും ഉണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഇവിടെ പേജ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. താഴെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ രൂപത്തിൽ നിങ്ങൾക്ക് അർത്ഥമൊന്നും കാണാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ വായിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമുക്കിപ്പോൾ ഒരു ഖുർആൻ്റെ ഒരു സൂക്തം ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിപികളിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ലിപിയാണ് വേണ്ടത് അതിവിടെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് തിരഞ്ഞെടുത്തു. അതിനുശേഷം ഞാൻ ബാക്ക് വരികയാണ്. ഇപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. ഓക്കെ, ഡിസ്പ്ലേ എന്ന ഭാഗത്ത് വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. താഴെ കാണുന്ന ഈ ഡിസ്പ്ലേ എന്ന ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതായത് ഇവിടെ A-A+ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് A+ൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. ഇപ്പം നമുക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ചുകൂടി വലിപ്പത്തിൽ നമുക്ക് ഓതുവാനുള്ള ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഡിസ്പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, A+ൻ്റെ തൊട്ടിപ്പുറമുള്ള ഈ ഒരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഏതെങ്കിലും ലിപി നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ലിപി ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഓതാനുള്ള ഈസി ആയിട്ടുള്ള ലിപികളിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓഡിയോ എന്ന ഭാഗത്ത് നമുക്ക് ഏതാണ് നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട് താഴെ വലതുവശത്ത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് പ്ലേ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് ഡൗൺലോഡ് ആകുന്ന ഒരു സംഭവമുണ്ട്. ആ ഡൗൺലോഡ് ആകുന്ന ആ ഒരു സമയം കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗവും ഇതുപോലെ പ്ലേ ചെയ്തിട്ട് തന്നെ നമുക്ക് കേൾക്കാനും സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ മോർ എന്ന ഭാഗത്ത് നമുക്ക് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഇപ്പോൾ പ്രെയർ ടൈമും ഖുർആനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇനി പ്രെയർ ടൈമിൽ നിങ്ങൾക്ക് ടൈം എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വലതുവശത്ത് മുകളിൽ കാണുന്ന സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രെയർ ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ
ഒരു ഏരോ മാർക്കുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക് സെറ്റിങ്സിലാണ് ഉള്ളത്. നമുക്ക് ആ ഓട്ടോമാറ്റിക്കിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആകും. ഇവിടെ മാനുവൽ കറക്ഷൻസ് എന്ന ഭാഗത്ത് 000 ആയിട്ടാണുള്ളത്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വക്തിലും ടൈം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫജറിൻ്റെ ടൈമാണ് വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ബാർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രെയർ ടൈം കൂട്ടാനും കുറക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതായത് നിങ്ങളുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തത് നിങ്ങളുടെ ആ സ്ഥലത്തുള്ള പ്രെയർ ടൈം ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. അതിനുശേഷം നിങ്ങൾ ഡണ്ണ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ സെറ്റ് ചെയ്തത് കൃത്യമായിട്ടുള്ള ടൈം ആയതുകൊണ്ട് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി നമുക്ക് തസ്ബീഹ് എന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് മാറാം. തസ്ബീഹ് ചെല്ലുന്നവരാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 33 അതിൻ്റെ തൊട്ടടുത്ത് ഒരു പേനയുടെ ചിത്രമുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലേണ്ടത്, ഇപ്പോൾ 100 ആണെങ്കിൽ 100 ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. ഇപ്പോൾ 100 ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഈ ബാർ ഇങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് തന്നെ തസ്ബീഹ് ചെല്ലാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്കൊന്ന് ബാക്ക് വരാം. അതിനുശേഷം ഇവിടെ കിബില എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു തുറസായ സ്ഥലത്താണ് ഉള്ളതെങ്കിൽ ഇതിൻ്റെ കിബില നമുക്ക് ഈ ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മാപ്പിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എവിടെയാണ് കിബില എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ കോമ്പസിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ ഒന്ന് ചലിപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കിബില കണ്ടെത്തി തരും. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഓക്കെ, ഇനി ദുആ എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദുആ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഖത്തമുൽ ഖുർആൻ ഓതുന്നവരാണെങ്കിൽ നമുക്ക് ഖത്തമുൽ ഖുർആൻ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി മോസ്ക്സ് എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പള്ളിയുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 8.4 കിലോമീറ്ററിൽ നമുക്കിവിടെ അടുത്തൊരു പള്ളിയുണ്ട്. അതുപോലെ തന്നെ 8.7 കിലോമീറ്ററിൽ നമുക്കിവിടെ മറ്റൊരു പള്ളിയുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള പള്ളിയുടെ ലൊക്കേഷൻ അടക്കം ഇവിടെ നമുക്കിങ്ങനെ കാണിച്ചു തരികയും ചെയ്യും. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ ഇവർ നൽകിയിട്ടുണ്ട്. ഞാൻ അതിൽ ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.